ഹായ് ഹലോ നമസ്കാരം. സഹകാരി റൈസ് പ്ലസിന്റെ മറ്റൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ കുറച്ച് നാളുകളായി, അതായത് 2022, 23, 24 വർഷങ്ങളിൽ PSC ചോദിച്ചിട്ടുള്ള സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനുകളാണ്. അതായത് 2022, 23, 24 പരീക്ഷകളിൽ സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ച ചോദ്യങ്ങളിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നു പോകാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം എങ്ങനെയാണ്? ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏതാണ്? എല്ലാവർക്കും അറിയാവുന്നതാണ്. ജൂലൈ 14, ഓഗസ്റ്റ് 23, ഓഗസ്റ്റ് 5, ഓഗസ്റ്റ് 17. ഈ എല്ലാ ഡേറ്റിനും പ്രത്യേകതയുണ്ട്. ജൂലൈ 14 എന്തായിരുന്നു? നമ്മുടെ ചന്ദ്രയാൻ 3 അല്ലേ? ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചതാണ് 2023 ജൂലൈ 14. ഓഗസ്റ്റ് 23 എന്താണ്? നമ്മുടെ ചന്ദ്രയാൻ 3 ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ ദിവസമാണ് ഓഗസ്റ്റ് 23. ഓഗസ്റ്റ് 5 എന്താണ്? ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിയ ദിവസമാണ് ഓഗസ്റ്റ് 5. അപ്പോൾ ഈ ഡേറ്റുകളെല്ലാം നമുക്ക് അറിയാവുന്നതാണ്. അങ്ങനെയെങ്കിൽ ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏതാണ്? ഓഗസ്റ്റ് 23 ഇന്ത്യ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസമാണ് ഓഗസ്റ്റ് 23. എന്തുകൊണ്ടാണ്? എല്ലാവർക്കും അറിയാം. നമ്മൾ ചന്ദ്രയാൻ 3 പഠിപ്പിച്ചപ്പോൾ പറഞ്ഞതാണ്. ഇന്ത്യ ചന്ദ്രയാൻ 3 ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ദിവസമാണ് ഓഗസ്റ്റ് 23. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ നമ്മൾ പറഞ്ഞതാണ്. 27ാമത് സംസ്ഥാന വിത്ത് ഉപസമിതി തീരുമാനപ്രകാരം മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്തതും തൃശൂർ ജില്ലയിലെ കോൾപ്പാടങ്ങളിലേക്ക് അനുയോജ്യമായതുമായ നെല്ലിന്റെ ഇനം ഏതാണ്? എങ്ങനെയാണ്? 27ാമത് വിത്ത് ഉപസമിതി തീരുമാനപ്രകാരം മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രം എവിടെയാണ്? മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്തതും തൃശൂർ ജില്ലയിലെ കോൾപ്പാടങ്ങളിലേക്ക് അനുയോജ്യമായതുമായ നെല്ലിന്റെ ഇനം ഏതാണ്? KU മനുരത്ന. ഏതാണ്? KU മനുരത്ന. ഇതെല്ലാം PS റീസെന്റ് ആയിട്ട് ചോദിച്ച ചോദ്യങ്ങളാണ്. ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. ചന്ദ്രയാൻ 2 ദൗത്യത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ചെയർമാൻ ആരായിരുന്നു? എന്ന് വെച്ചാൽ എന്താണ്? ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന ISRO ആണ്. ISROയുടെ ചെയർമാനെയാണ് ചോദിക്കുന്നത്. ചന്ദ്രയാൻ 2 നമ്മൾ പറഞ്ഞു നടുവിൽ വരുന്നത് ശിവനാണ്. 1, 2, 3 നടുക്ക് രണ്ടാമത് വരുന്നത് ശിവനാണ്. അപ്പോൾ ആരാണ്? കെ ശിവനാണ് ISRO ചെയർമാൻ ആയിരുന്നത്. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്നാണ്? ഒന്ന് ഇപ്പോൾ കൂടെ പറഞ്ഞതേ ഉള്ളൂ. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് 2023 ജൂലൈ 14. ഈ ഡേറ്റുകളൊന്നും മറക്കരുത്. ഇത് എല്ലാം ജൂലൈ മാസത്തിലാണ് വിക്ഷേപിച്ചിരിക്കുന്നത്. ആ ഡേറ്റുകൾ തിരിയരുത്. 2023 ജൂലൈ 14 ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. 2021 ലോക പരിസ്ഥിതി ദിനത്തിന്റെ മുദ്രാവാക്യം എന്താണ്? പരിസ്ഥിതി പുനഃസ്ഥാപനമാണ് 2021 ലോക പരിസ്ഥിതി ദിനത്തിന്റെ മുദ്രാവാക്യം. 22ഉം 23ഉം ഒക്കെ നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. ദിനങ്ങളും പ്രമേയങ്ങളും. ക്ലാസ് കാണാത്തവര് തീർച്ചയായും അത് കാണുക. ഇന്ത്യൻ സ്പേസ് ഓർഗനൈസേഷന്റെ അധികാരിയായി 2022 നിയമിക്കപ്പെട്ട വ്യക്തി ആരാണ്? അതായത് നമ്മുടെ ISROയുടെ ചെയർമാനായി നിയമിക്കപ്പെട്ട വ്യക്തി ആരാണ്? എസ് സോമനാഥ്. ഏത് വർഷം? 2022 എന്ന് ഓർക്കുക. ഇനി ചിലപ്പോൾ എസ് സോമനാഥിനെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ചിലപ്പോൾ അടുത്ത ചോദ്യം എന്നാണ് നിയമിച്ചതെന്നായിരിക്കും. 2022 ഓർത്തിരിക്കുക. മലയാളം ദൃശ്യമാധ്യമ ചരിത്രത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വാർത്താ അവതാരകൻ. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണ്. അപ്പൊ നമ്മുടെ മലയാളം ദൃശ്യമാധ്യമ ചരിത്രത്തിലെ ആദ്യത്തെ AI വാർത്താ അവതാരകൻ ആരാണ്? ഇവാനാണ് ആദ്യത്തെ AI വാർത്താ അവതാരകൻ. മലയാളം ദൃശ്യമാധ്യമ ചരിത്രത്തിലെ ആദ്യത്തെ AI വാർത്താ അവതാരകനാണ് ഇവാൻ.
ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നും 2022 വിക്ഷേപിച്ച PSLV C-52. ഇത് എപ്പോഴും ചോദിക്കുന്നതാണ്. PSLV C-52 ഏതാണെന്ന് ഓർക്കുക. PSLV C-52 റോക്കറ്റ് ഭ്രമണപഥത്തിൽ എത്തിച്ച 3 ഉപഗ്രഹങ്ങൾ. എത്രയെണ്ണമാണ്? 3 ഉപഗ്രഹങ്ങളിലെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഏതാണ്? ഇന്ത്യയുടെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹ സീരീസ് ഇപ്പൊ വന്നത് ഏതാണ്? EOS സീരീസ് ആണ് അല്ലേ? EOS 4 ആണ്. EOS 4 ആണ് 2022 PSLV C-52. അപ്പോൾ EOS 4ന്റെ വിക്ഷേപണ വാഹനം ചോദിച്ചാൽ ഏതെന്ന് പറയണം? PSLV C-52 ആണ്. അതൊരു ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ്. EOS 04 ഓർത്തിരിക്കുക. പിന്നെയും ചോദിച്ചിട്ടുണ്ട് EOS സീരീസിനെ പറ്റി ഒത്തിരി ചോദ്യം 2022 2023 വന്നിട്ടുണ്ട്. ഇത്തവണയും വരാം. നമുക്കത് നോക്കി തന്നെ പോകാം. ഇന്ത്യ വിക്ഷേപിച്ച EOS 04 എന്ന ഉപഗ്രഹത്തെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന തെറ്റായത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തേത് നോക്കാം. 2021 ഫെബ്രുവരി 14 വിക്ഷേപിച്ചു. 2021 ഫെബ്രുവരി 14 വിക്ഷേപിച്ചു. PSLV C-52 എന്ന വാഹനമാണ് ഇതിന്റെ വിക്ഷേപണത്തിന് ഉപയോഗിച്ചത്. തൊട്ടുമുന്നേ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. PSLV C-52 ഇത് ഒരു റഡാർ ഇമേജിംഗ് ഉപഗ്രഹമാണ്. അടുത്തത് ഇതൊരു ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ്. ഇതിൽ ഏതാണ് തെറ്റെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതൊരു റഡാർ ഇമേജിംഗ് ഉപഗ്രഹമാണ് എന്നുണ്ട്. ഇതൊരു ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണെന്നുണ്ട്. PSLV C-52 ആണ് വിക്ഷേപണ വാഹനമെന്നുണ്ട്. 2021 ഫെബ്രുവരി 14 വിക്ഷേപിച്ചതെന്നുണ്ട്. ഏതാണ് തെറ്റ്? തെറ്റ് A ആണ്. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു 2022 വിക്ഷേപിച്ച PSLV C-52 എന്ന്. അപ്പോൾ A തന്നെയാണ് തെറ്റ്. 2021 ഫെബ്രുവരി 14 2022 ഫെബ്രുവരി 14 PSLV C-52 നമ്മുടെ EOS 4 പോകുന്നത്. അപ്പോൾ ഓർക്കുക, ഇതൊരു റഡാർ ഇമേജിംഗ് ഉപഗ്രഹവുമാണ്. ഇതൊരു ഭൗമ നിരീക്ഷണ ഉപഗ്രഹവുമാണ് എന്ന് ഓർത്തിരിക്കുക. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ തകർന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഉക്രൈൻ നിർമ്മിത വിമാനം ഏത്? ഓപ്ഷനിലോട്ട് പോകാം. സ്റ്റാർട്ടോ ലോഞ്ച്, എയർബസ് A380, AN-225 മരിയ, സ്റ്റാർ ബംബിൾ B-11. ഏതാണ്? AN-225 മരിയയാണ് ആൻസർ. എന്താണ്? AN-225 മരിയ. ഇതിന് മറ്റൊരു പേരുണ്ട്, അന്റോനോവ്. എന്താണ്? ചിലപ്പോൾ നമ്മൾ ഈ മരിയ എന്നൊക്കെയാണ് അവർ യുക്രൈൻ ഭാഷയിൽ പറയുന്നത്. ഈ പേര് കാണില്ല, അന്റോനോവ് എന്നേ കാണൂ. അന്റോനോവ് 225 എന്നും ഇതിനൊരു പേരുണ്ട്, അന്റോനോവ് 225. ഉക്രൈൻ ഭാഷയിൽ മ്രിയ അല്ലെങ്കിൽ മരിയ എന്നതിനർത്ഥം സ്വപ്നം എന്നാണ്. എന്താണ്? സ്വപ്നം എന്നാണ് ഉക്രൈൻ ഭാഷയിൽ മരിയ അല്ലെങ്കിൽ മ്രിയ. എന്താണ്? മ്രിയ അല്ലെങ്കിൽ നമുക്ക് മരിയ എന്നൊക്കെ പറയാം. അതിന്റെ അർത്ഥം എന്താണ്? സ്വപ്നം എന്നാണ്. അപ്പോൾ അവരുടെ ഒരു സ്വപ്നമാണ് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ തകർന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഉക്രൈൻ നിർമ്മിത വിമാനവും കൂടിയായിരുന്നു AN-225 മരിയ. ആദിത്യ L1 ദൗത്യത്തിന് ഉപയോഗിച്ച റോക്കറ്റ് ഏത്? PSLV, GSLV, BSLV, ESLV. ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം. PSLV സീരീസിലാണ് ആദിത്യ L1 വിക്ഷേപിച്ചത്. PSLV C-57 ആണ് ആദിത്യ L1. ആദിത്യ L1 വിക്ഷേപിച്ചത് PSLV C-57 ഓർത്തിരിക്കുക. ഇപ്പോഴും ചോദിച്ചു, മറക്കരുത്. ചന്ദ്രയാൻ 2വിന്റെ പ്രോജക്ട് ഡയറക്ടർ ആരാണ് ചന്ദ്രയാൻ 2വിന്റെ പ്രോജക്ട് ഡയറക്ടർ? മുത്തയ്യ വനിത, K ശിവൻ, ഋതു സിംഗ്, കിരൺ S കുമാർ. ആരാണ്? K ശിവൻ എന്താണ്? പ്രോജക്ട് ഡയറക്ടർ അല്ല. K ശിവൻ എന്താണ്? ISRO ചെയർമാൻ ആണ്. ചന്ദ്രയാൻ 2വിന്റെ വിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ ആണ് K ശിവൻ. അപ്പോൾ ചന്ദ്രയാൻ 2വിന്റെ പ്രോജക്ട് ഡയറക്ടർ ആരാണ്? മുത്തയ്യ വനിതയാണ്. അങ്ങനെയെങ്കിൽ ചന്ദ്രയാൻ 3യുടേത് ആരാണ്, 1ന്റേത് ആരാണെന്നൊക്കെ കമന്റ് ചെയ്യുക. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ക്ലാസ് എടുത്തതാണ്. കാണാത്തവർ ആ ക്ലാസ് തീർച്ചയായും കാണുക. ജനിതക ഘടനയിൽ മാറ്റം വരുത്തുന്നതിനുള്ള നൂതന ജീൻ എഡിറ്റിംഗ് സങ്കേതത്തിനാണ് ജീൻ എഡിറ്റിംഗ് സങ്കേതത്തിനാണ് 2020 രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത്. ഈ സാങ്കേതിക വിദ്യ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഇപ്പോൾ വളരെ
പോപ്പുലർ ആയിട്ടുള്ള ഒരു സാങ്കേതിക വിദ്യയാണത്. എന്തിനാണ്? ജീൻ എഡിറ്റിംഗ്, ജനിതക ഘടനയിൽ മാറ്റം വരുത്തുന്നതിനുള്ള ജീൻ എഡിറ്റിംഗ് സാങ്കേതിക വിദ്യയ്ക്കാണ് 2020 എന്ത് കിട്ടിയത്? രസതന്ത്ര നൊബേൽ കിട്ടിയത്. ഈ സാങ്കേതിക വിദ്യ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഏതാണ്? ക്രിസ്പർ കാസ്9. ജീൻ എഡിറ്റിംഗ് ഒക്കെ ഉണ്ട്, കുത്തരുത്. ക്രിസ്പർ കാസ്9 ആണ് ജീൻ എഡിറ്റിംഗ് സാങ്കേതിക വിദ്യ. ക്രിസ്പർ കാസ്9. ഡിജിറ്റൽ എംപവർമെന്റ് ഫൗണ്ടേഷൻ വിതരണം ചെയ്യുന്ന സോഷ്യൽ മീഡിയ ഫോർ എംപവർമെന്റ് ഇന്നൊവേഷൻ അറ്റ് COVID-19. എന്താണ്? സോഷ്യൽ മീഡിയ ഫോർ എംപവർമെന്റ് ഇന്നൊവേഷൻ അറ്റ് COVID-19 പുരസ്കാരം 2020-21 കരസ്ഥമാക്കിയ സ്ഥാപനം. ഓപ്ഷൻസ് നോക്കാം. കൈറ്റ്, യങ്ങിസ്ഥാൻ ഫൗണ്ടേഷൻ, സേഫ് കൊല്ലം, എലിക്സർ ഫൗണ്ടേഷൻ. ഏതാണ്? കൈറ്റ് ആണ്. കൈറ്റ് എന്താണ്? കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. കൈറ്റ് എന്താണ്? കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. ഇതാണ് കൈറ്റ്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ ആണ് കൈറ്റിന്റെ ഫുൾ ഫോം. കൈറ്റ് എന്താണ്? നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ ആധുനികവൽക്കരണത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള ഗവൺമെന്റിന്റെ ഒരു സ്ഥാപനമാണ് എന്ത്? കൈറ്റ്. ആ കൈറ്റിനാണ് സോഷ്യൽ മീഡിയ ഫോർ എംപവർമെന്റ് ഇന്നൊവേഷൻ അറ്റ് COVID-19 പുരസ്കാരം 2020-21 ലഭിച്ചത്. ബഹിരാകാശ ടൂറിസം ലക്ഷ്യമിട്ട് ജെഫ് ബെസോസ് എന്താണ്? ജെഫ് ബെസോസ് ആരംഭിച്ച ബ്ലൂ ഒറിജിന്റെ ആദ്യ ബഹിരാകാശ യാത്രയിലെ യാത്രികനാണ്. ആരാണ്? രാകേഷ് ശർമ്മ, മൈക്കിൾ കോളിൻസ്, ജെഫ് ബെസോസ്. ഇവരാരുമല്ല. ആരാണ്? നമ്മുടെ ജെഫ് ബെസോസ് തന്നെയാണ്. അപ്പോൾ എന്താണ്? ബഹിരാകാശ ടൂറിസം ലക്ഷ്യമിട്ട് ജെഫ് ബെസോസ് ആണ് എന്താരംഭിച്ചത്? ബ്ലൂ ഒറിജിൻ. എന്താണ്? ബ്ലൂ ഒറിജിൻ. അപ്പോൾ ബ്ലൂ ഒറിജിൻ എന്തിനുള്ളതാണ്? ബഹിരാകാശ ടൂറിസത്തിനുള്ളതാണ്. ആരാണ് ആരംഭിച്ചത്? ജെഫ് ബെസോസ് ആണ്. ഓർത്തിരിക്കുക, ബ്ലൂ ഒറിജിൻ, ജെഫ് ബെസോസ്. അപ്പോളോ 11 ചന്ദ്ര ദൗത്യത്തിലെ കമാൻഡ് മോഡ്യൂളിന്റെ പൈലറ്റ് ആയിരുന്ന വ്യക്തി 2021 ഏപ്രിൽ 21 അന്തരിച്ചു. അദ്ദേഹത്തിന്റെ പേരെന്ത്? എന്താണ് ചോദ്യം? അപ്പോളോ 11 ചാന്ദ്ര ദൗത്യത്തിലെ കമാൻഡ് മൊഡ്യൂളിന്റെ പൈലറ്റ്. ഏത് മൊഡ്യൂളാണ്? കമാൻഡ് മൊഡ്യൂളിന്റെ പൈലറ്റ് ആയിരുന്ന വ്യക്തി 2021 ഏപ്രിൽ 21 അന്തരിച്ചു. അദ്ദേഹത്തിന്റെ പേരെന്താണ്? എ. നീൽ ആംസ്ട്രോങ്, ബി. എഡ്വിൻ ആൻഡ്രിഡ്, സി. മൈക്കിൾ കോളിൻസ്, ഡി. ഇവരാരുമല്ല. ആരാണ്? മൈക്കിൾ കോളിൻസ് ആണ്. കഴിഞ്ഞ ക്വസ്റ്റ്യനിലും മൈക്കിൾ കോളിൻസ് ഓപ്ഷൻ ആയിട്ട് വന്നു. അപ്പൊ ഇതൊക്കെ ഓപ്ഷൻ വരേണ്ട കാരണം എന്താണെന്ന് മനസ്സിലായില്ലേ? കമാൻഡ് മൊഡ്യൂളിന്റെ പൈലറ്റ് ആണ്, അടുത്തിടെ അന്തരിച്ചു. ആരാണ്? മൈക്കിൾ കോളിൻസ്. അപ്പോളോ 11 ആണെന്നൂടെ ഓർത്തിരിക്കുക. ബാക്ക് ടു ബേസിക്സ് ഏത് അസുഖവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PSC അടുത്തിടെ ചോദിച്ച ചോദ്യമാണ്. എന്നിരുന്നാൽ കൂടിയും ഈ അവസരത്തിൽ കുറച്ചും കൂടി റെലവൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ് ബാക്ക് ടു ബേസിക്സ്. എന്താണ്? ബാക്ക് ടു ബേസിക്സ് ഏത് അസുഖവുമായി ബന്ധപ്പെട്ടതാണ്? സിക്ക വൈറസ്, കൊറോണ വൈറസ്, നിപ്പ വൈറസ്, പോളിയോ വൈറസ്. ഏതാണ്? ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് പിന്നെയും നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നിപ്പ വൈറസുമായി ബന്ധപ്പെട്ടതാണ്. എന്ത്? ബാക്ക് ടു ബേസിക്സ്. മറക്കരുത്, ബാക്ക് ടു ബേസിക്സ് നിപ്പയുമായി ബന്ധപ്പെട്ട വാക്കാണ് ബാക്ക് ടു ബേസിക്സ്. 2022 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? 2022 ഓപ്ഷൻ എ സ്വീഡൻ, ബി ചൈന, സി പാകിസ്ഥാൻ, ഡി ഇന്ത്യ. 2024 ഇപ്പോൾ റീസെന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. 2023 നമ്മൾ പറഞ്ഞതാണ് പരിസ്ഥിതി ദിനത്തിന്റെ 50ാം വർഷമൊക്കെ ആഘോഷിച്ചു എന്നൊക്കെ. 2022 ഏതാണ്? സ്വീഡനാണ്. 2022 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യമാണ് സ്വീഡൻ. 2024 സൗദി അറേബ്യ ആയിരുന്നു. മനുഷ്യനെ സ്പേസിൽ എത്തിക്കാനുള്ള ISROയുടെ പദ്ധതി. നമുക്ക് ഓപ്ഷൻ ഒന്നും വേണ്ട, ഓപ്ഷൻ കാണാതെ തന്നെ അറിയാം. ഏതാണ്? ഗഗൻയാൻ. ഗഗൻയാനാണ് മനുഷ്യനെ സ്പേസിൽ എത്തിക്കുന്നതിനുള്ള ISROയുടെ പദ്ധതിയാണ് ഗഗൻയാൻ. ശ്രീഹരിക്കോട്ടയിൽ നിന്നും SSLV-D2 എന്താണ്? SSLV-D2
എന്താണ് SSLV-D2 വിക്ഷേപിച്ച് ഭ്രമണപഥത്തിൽ എത്തിച്ച ഉപഗ്രഹങ്ങളിൽ മലയാളികൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥിനികൾ തയ്യാറാക്കിയ ഉപഗ്രഹമേത്? ഓപ്ഷൻ EOS-7, ആസാദിസാറ്റ്, ജാനസ്-1, കാർട്ടോസാറ്റ്. ഏതാണ് ഉത്തരം? ആസാദിസാറ്റ് 2 ആണ്. ആസാദിസാറ്റ് 2 ആണ്. ഒരു കൂട്ടം വിദ്യാർത്ഥികൾ നിർമ്മിച്ച് നൽകിയതാണ് നമ്മുടെ SSLV-D2. എന്താണ് SSLV? എന്താണ് SSLV? സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. അതാണ് SSLV. എന്താണ്? സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. അതാണ് SSLV. ആ SSLV എഡിഷനിൽ, അതായത് SSLV രണ്ടാമത്തെ റോക്കറ്റ് ആണ് SSLV-D2. അതായത് സ്മോൾ സാറ്റലൈറ്റ്, ചെറിയ സാറ്റലൈറ്റുകളിലെ രണ്ടാമത്തേതാണ് SSLV-D2. അതിൽ ആകെ 3 ഉപഗ്രഹങ്ങളാണ് ഭ്രമണപഥത്തിൽ എത്തിച്ചത്. അതിൽ വിദ്യാർത്ഥികൾ, മലയാളികൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ നിർമ്മിച്ച ഉപഗ്രഹമാണ് ഏത്? ആസാദിസാറ്റ് 2. രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെക്കുന്ന കർമ്മ പദ്ധതി ആദ്യമായി നടപ്പിൽ വരുത്തിയത് കേരളത്തിലാണ്. എന്താണ്? രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെക്കുന്ന കർമ്മ പദ്ധതി ആദ്യമായി നടപ്പിൽ വരുത്തിയ സംസ്ഥാനമാണ് ഏത്? കേരളം. അങ്ങനെയെങ്കിൽ ആ കർമ്മ പദ്ധതി ഏത്? ഓപ്ഷൻ എ കാർസാപ്പ്, ട്രോപ്പോണിൻ ടെസ്റ്റ്, LSCRP ടെസ്റ്റ്, K ടെസ്റ്റ്. ഏതാണ്? കാർസാപ്പ് ആണ്. KARSAP. ഇതാണ് എന്ത്? സൂക്ഷ്മജീവികൾ, മരുന്നുകളോടുള്ള സൂക്ഷ്മജീവികളുടെ അതിജീവന ശേഷിക്കെതിരെ പോരാടാനായിട്ട് ആദ്യമായി ഒരു കർമ്മ പദ്ധതി നടപ്പിലാക്കിയത് കേരളമാണ്. ആ കർമ്മ പദ്ധതിയാണ് ഏത്? കാർസാപ്പ്. സൂര്യന്റെ അന്തരീക്ഷത്തെ കുറിച്ച് പഠിക്കുവാൻ ISRO വിക്ഷേപിക്കാൻ തയ്യാറെടുക്കുന്ന സ്പേസ് ക്രാഫ്റ്റിന്റെ പേര് താഴെ പറയുന്നതിൽ ഏതാണ്? അന്ന് തയ്യാറെടുക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഏതാണ്? ആദിത്യ L1 ആണ്. നമുക്കറിയാവുന്നതാണ്. ഇന്ത്യയുടെ തദ്ദേശീയമായ COVID-19 വാക്സിൻ ഏതാണ്? ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച COVID-19? സ്പുട്നിക് 5 ആണോ? സ്പുട്നിക് ലൈറ്റ് ആണോ? കോവാക്സിൻ ആണോ? കോവിഷീൽഡ് ആണോ? ഇത് രണ്ടും എല്ലാം നമുക്ക് ക്ലിയർ ആണ്. ഇനി കോവാക്സിൻ ആണോ കോവിഷീൽഡ് ആണോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഏതാണ്? കോവാക്സിൻ ആണ്. കോവാക്സിൻ ആണ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച COVID-19 വാക്സിൻ. കോവാക്സിൻ ആണ്. 2019 WHO-യുടെ ചീഫ് സയന്റിസ്റ്റായി നിയമിതയായ ഇന്ത്യൻ വനിത സ്വാതി മോഹൻ, രോഹിണി ഗോഡ്ബോൾ, സൗമ്യ സ്വാമിനാഥൻ, ഋതു കരിതാൾ എന്തായാലും അല്ലല്ലേ. സൗമ്യ സ്വാമിനാഥൻ. ആരാണ്? സൗമ്യ സ്വാമിനാഥനാണ്. അടുത്ത ചോദ്യം, COVID-19 ബന്ധപ്പെട്ട് സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരും ഡൗൺലോഡൊക്കെ ചെയ്തതാണ്. ആരോഗ്യ സേതു, ആരോഗ്യ മിത്ര, ആരോഗ്യ പരിപാൽ, ആരോഗ്യ മന്ത്രം. എല്ലാവർക്കും അറിയാവുന്നതാണ് ആരോഗ്യ സേതു. കേരളത്തിൽ ആദ്യമായി 100% വാക്സിനേഷൻ പൂർത്തിയാക്കിയ ഗോത്ര പഞ്ചായത്ത് ഏത്? കേരളത്തിൽ ആദ്യമായി 100% വാക്സിനേഷൻ പൂർത്തിയാക്കിയ ഗോത്ര പഞ്ചായത്ത് കണിയാമ്പറ്റ, നൂൽപ്പുഴ, ഇടമലക്കുടി, മറയൂർ. ഏതാണ്? നൂൽപ്പുഴയാണ് കേരളത്തിൽ ആദ്യമായി 100% വാക്സിനേഷൻ പൂർത്തിയാക്കിയ ഗ്രാമപഞ്ചായത്ത്. സ്പേസ് എക്സ് എന്ന സ്വകാര്യ കമ്പനിയുടെ ബഹിരാകാശ ടൂറിസം പദ്ധതിയുടെ പേരെന്ത്? സ്പേസ് എക്സ്, നമ്മളിപ്പോൾ കേട്ടുവരുന്ന പേരാണ് സ്പേസ് എക്സ്. സ്പേസ് എക്സ് എന്ന സ്വകാര്യ കമ്പനിയുടെ ബഹിരാകാശ ടൂറിസം പദ്ധതിയുടെ പേരെന്ത്? എ ഇൻസ്പിറേഷൻ 4, ഇൻസ്പിറേഷൻ 2, ഇൻസ്പിറേഷൻ 3, ഇൻസ്പിറേഷൻ 5. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻ ആണ്. ഉത്തരം ഏതാണെന്ന് നോക്കാം. ഏതാണ്? ഇൻസ്പിറേഷൻ 4 ആണ്. ഇൻസ്പിറേഷൻ 4 സ്പേസ് എക്സ് എന്ന് ഓർക്കുക. സ്പേസ് എക്സ് എന്ന സ്വകാര്യ കമ്പനിയുടെ ബഹിരാകാശ ടൂറിസം പദ്ധതിയാണ് ഏത്? ഇൻസ്പിറേഷൻ 4. ഇൻസ്പിറേഷൻ 4 സ്പേസ് എക്സ് എന്ന് തന്നെ ഓർത്തിരിക്കുക. കോവിഡ് രോഗകാരിയായ SARS-CoV-2, നമുക്കറിയാം SARS-CoV-2 വൈറസ് ആണ് COVID-19 കാരണം. ഇത് ജനിതകപരമായി ഏതിനം വൈറസ് ആണ്? RNA വൈറസ് ആണോ? DNA വൈറസ് ആണോ? SSDNA വൈറസ് ആണോ? അതോ ഇവയൊന്നുമല്ല? ഇതിലേതാണ്? RNA ആണോ? DNA ആണോ?
RNA ആണ്. അപ്പോൾ നമ്മൾ SARS-CoV-2 ഒരു RNA വൈറസ് ആണെന്ന് ഓർത്തിരിക്കുക. കോവിഡുമായി ബന്ധപ്പെട്ട് സ്വാബ്-സെക് എന്താണ്? അപ്പോൾ സ്വാബ്-സെക് കോവിഡുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ആദ്യം ഓർക്കുക. എന്താണ് സ്വാബ്-സെക്? വാക്സിൻ കാൻഡിഡേറ്റ്, ടെസ്റ്റിംഗ് പ്ലാറ്റ്ഫോം, ഓറൽ മെഡിസിൻ, ഗ്ലോബൽ അലയൻസ്. ഏതാണ്? ടെസ്റ്റിംഗ് പ്ലാറ്റ്ഫോം ആണ്. അപ്പോൾ സ്വാബ്-സെക് എന്ന് പറയുന്നത് കൊറോണയുമായി ബന്ധപ്പെട്ട ഒരു ടെസ്റ്റിംഗ് പ്ലാറ്റ്ഫോം ആണ്. എന്ത്? സ്വാബ്-സെക്. COVID-19 വ്യാപനം തടയുന്നത് ലക്ഷ്യമാക്കി ഡൽഹി സർക്കാർ ആരംഭിച്ച ദൗത്യമാണ് എന്ത്? ഓപ്പറേഷൻ കോവിഡ് കെയർ, ഓപ്പറേഷൻ നമസ്തേ, ഓപ്പറേഷൻ ഷീൽഡ്, ഓപ്പറേഷൻ ഉഡാൻ. ഏതാണ്? ഓപ്പറേഷൻ ഷീൽഡ് ആണ്. ഡൽഹി സർക്കാരാണ് കൊണ്ടുവന്നത് ഓപ്പറേഷൻ ഷീൽഡ്. 2021 ഇന്ത്യയുടെ പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ, അതാണ് PSLV, നമ്മുടെ പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ PSLV C51 വിക്ഷേപിച്ച ആമസോണിയ 1 എന്ന ഉപഗ്രഹം ഏത് രാജ്യത്തിൻ്റെതാണ്? ഏതിൻ്റെതാണ് ആമസോണിയ? ആമസോൺ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ബ്രസീലിലാണ്. ബ്രസീലിന്റെ ഉപഗ്രഹമാണ് ആമസോണിയ ഫസ്റ്റ്. ആമസോണിയ ഫസ്റ്റ് വിക്ഷേപിച്ച വിക്ഷേപണ വാഹനം PSLV C51 ആണ്. ആമസോണിയ 1 വിക്ഷേപിച്ചത് PSLV C51 ഇന്ത്യയുടെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-3, നമ്മൾ പറഞ്ഞു EOS ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ്, റഡാർ ഇമേജിംഗ് ഉപഗ്രഹമാണ്. EOS-3 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വിക്ഷേപണ വാഹനം ഏത്? GSLV F10, F9, F11, F8. ഏതാണ്? F10 ആണ്. EOS-3 വിക്ഷേപിച്ചത് GSLV F10 അപ്പോൾ GSLV PSLV ഒക്കെ വന്നാൽ അറിയുക. PSLV പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ആണ്. GSLV എന്താണ്? ജിയോ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ആണ്. ഭൂമിയെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് വിടുന്നതാണ് GSLV സീരീസ്. അതിൽ EOS-3 വിക്ഷേപിച്ചത് GSLV F10 ഓർക്കുക. ഒമിക്രോൺ എന്ന കൊറോണ വൈറസ് വകഭേദത്തിന്റെ പേര് ഗ്രീക്ക് അക്ഷരമാലയുടെ എത്രാമത്തെ അക്ഷരമാണ്? നല്ല ചോദ്യം. ഗ്രീക്ക് അക്ഷരമാലയുടെ എത്രാമത്തെ അക്ഷരമാണ് ഒമിക്രോൺ? ഒമിക്രോൺ എന്ന പദം ഏതാണ്? എത്രാമത്തെയാണ്? 14, 15, 16, 17. 15 ഓർക്കുക. 15. ഇതൊക്കെ നമ്മൾ വെറുതെ ഓർത്തിരിക്കുക, അല്ലാണ്ട് ഇപ്പൊ എന്താണ് ചെയ്യുന്നത്? ഒമിക്രോൺ എന്ന കൊറോണ വൈറസ് വകഭേദത്തിന്റെ പേര് ഗ്രീക്ക് അക്ഷരമാലയുടെ എത്രാമത്തെ അക്ഷരമാണ്? എത്രാമത്തെയാണ്? 15ാമത്തേതാണ് എന്ന് ഓർത്തിരിക്കുക. 2022 നവംബറിൽ PSLV C54 ഭ്രമണപഥത്തിലെത്തിച്ച ഉപഗ്രഹം താഴെ പറയുന്നവയിൽ ഏതാണ്? PSLV C54 വിക്ഷേപിച്ചത് ഏത് ഉപഗ്രഹത്തെയാണ്? EOS-02, EOS-04, EOS-06, EOS-08. EOS-03 വിക്ഷേപിച്ചത് ഏതാണ്? EOS-6 ആണ്. PSLV C54 വിക്ഷേപിച്ചത് EOS-6 ഉപഗ്രഹത്തെയാണ്. ലേറ്റസ്റ്റ് ആണ്, 2022 വീണ്ടും ചോദിക്കാം, പല രീതിയിലും ചോദിക്കാം. EOS-06ന്റെ വിക്ഷേപണ വാഹനം ഏത് എന്നൊക്കെ തിരിച്ചൊക്കെ ചോദിക്കാം. PSLV C54 ആണ്. വിജ്ഞാനം സർവത്ര പൂജ്യതേ 2022. വിജ്ഞാനം സർവത്ര പൂജ്യതേ 2022 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ദേശീയ ശാസ്ത്ര ദിനം, ഇന്ത്യൻ സയൻസ് കോൺഗ്രസ്, ദേശീയ സാങ്കേതിക ദിനം, ദേശീയ വിദ്യാഭ്യാസ ദിനം. ഏതാണ്? ദേശീയ ശാസ്ത്ര ദിനം. അതാണ് വിജ്ഞാനം സർവത്ര പൂജ്യതേ 2022 ദേശീയ ശാസ്ത്ര ദിനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതൊന്നും ഞാൻ ഉണ്ടാക്കിയ ചോദ്യമല്ല, ഓർത്തിരിക്കുക. ഇതെല്ലാം PSC കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യമാണ്. അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി തന്നെ ഈ ക്വസ്റ്റ്യൻ എല്ലാം നിങ്ങൾ പഠിക്കണം. താഴെ പറയുന്നവയിൽ ഏതാണ് വിർജിൻ ഗാലക്റ്റിക്? എന്താണ്? വിർജിൻ ഗാലക്റ്റിക് സംബന്ധിച്ച് ശരിയല്ലാത്തത് എന്നാണ് ചോദ്യം. വിർജിൻ ഗാലക്റ്റിയുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏത്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ലോകത്തിലെ ആദ്യത്തെ വാണിജ്യ ബഹിരാകാശ ടൂറിസം കമ്പനിയാണ്. ലോകത്തിലെ ആദ്യത്തെ വാണിജ്യ ബഹിരാകാശ ടൂറിസം കമ്പനിയാണ്. ശരിയാണ്. ലോകത്തിലെ ആദ്യത്തെ വാണിജ്യ ബഹിരാകാശ ടൂറിസം കമ്പനിയാണ് വിർജിൻ ഗാലക്റ്റിക്. ചോദിക്കാം, എല്ലാവരും ഓർത്തിരിക്കുക. ലോകത്തിലെ ആദ്യത്തെ വാണിജ്യ ബഹിരാകാശ ടൂറിസം കമ്പനിയാണ് വിർജിൻ ഗാലക്റ്റിക്. വിർജിൻ ഗാലക്റ്റിക് സ്ഥാപകൻ എലോൺ മസ്ക് ആണ്. എലോൺ മസ്ക് ആണോ? 2004 സ്ഥാപിതമായ ഒരു അമേരിക്കൻ വിമാന കമ്പനിയാണിത്.
എന്നാണ് 2004 സ്ഥാപിതമായ ഒരു അമേരിക്കൻ വിമാന കമ്പനിയാണ് വിർജിൻ ഗാലക്റ്റിക്. ആൻസർ ഏതാണ്? ബി. 2 മാത്രം, 2 തെറ്റ്. നമുക്കറിയാം എലോൺ മസ്കിന്റെ കമ്പനി അല്ല വിർജിൻ ഗാലക്റ്റിക്. എലോൺ മസ്കിന്റേതല്ല എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം. എലോൺ മസ്കിന്റേത് ഏതാണ്? സ്പേസ് എക്സ് ആണ്. സ്പേസ് എക്സ് ആണ് ആരുടേത്? എലോൺ മസ്കിന്റേത്. അങ്ങനെയെങ്കിൽ വിർജിൻ ഗാലക്റ്റിക് സ്ഥാപിച്ചത് ആരാണ്? റിച്ചാർഡ് ബ്രാൻസൺ ആണ്. ആരാണ്? റിച്ചാർഡ് ബ്രാൻസൺ ആണ്. റിച്ചാർഡ് ബ്രാൻസൺ ആണ് വിർജിൻ ഗാലക്റ്റിക്കിന്റെ സ്ഥാപകൻ. വിർജിൻ ഗാലക്റ്റിക്കിന്റെ സ്ഥാപകൻ ആരാണ്? റിച്ചാർഡ് ബ്രാൻസൺ ആണ്. തിരിഞ്ഞു പോകരുത്. എലോൺ മസ്ക് സ്പേസ് എക്സ് കമ്പനിയാണ് എലോൺ മസ്കിന്റേത്. വിർജിൻ ഗാലക്റ്റിക് റിച്ചാർഡ് ബ്രാൻസന്റെ ആണ്. ഇതൊരു അമേരിക്കൻ ബഹിരാകാശ വിമാന കമ്പനിയാണ്. ലോകത്തിലെ ആദ്യത്തെ വാണിജ്യ ബഹിരാകാശ ടൂറിസം കമ്പനിയാണ് വിർജിൻ ഗാലക്റ്റിക്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം അതായത് ISRO 2022 ഫെബ്രുവരി EOS 04 ഉപയോഗിച്ച് PSLV C-52 വിജയകരമായി വിക്ഷേപിക്കുന്നത് സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? 2022 ഫെബ്രുവരി 14 ISROയുടെ PSLV C-52 റോക്കറ്റ് വിക്ഷേപിക്കാത്ത ഉപഗ്രഹം ഏതാണ്? നമ്മൾ ഈ ഡേറ്റ് ആദ്യമേ പറഞ്ഞു, 2022 ഫെബ്രുവരി 14. കണ്ടില്ലേ, ചോദ്യം മാറി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ 2022 ഫെബ്രുവരി 14 ISROയുടെ PSLV C-52 റോക്കറ്റ് വിക്ഷേപിക്കാത്ത ഉപഗ്രഹം ഏതെന്നാണ് ചോദ്യം. ആദ്യത്തേത് EOS 04, INS 2TD, CMS 01, ഇൻസ്പയർ സാറ്റ് 1. ഏതാണ്? CMS 01 ആണ്. എയ്റോസ്പേസ് ആപ്ലിക്കേഷനുകളിൽ ഉപയോഗിക്കുന്ന ഉയർന്ന കരുത്തുള്ള ബീറ്റ ടൈറ്റാനിയം എന്താണ്? ബീറ്റ ടൈറ്റാനിയം അലോയ് വികസിപ്പിച്ചെടുത്ത സ്ഥാപനം ഏതാണ്? അപ്പോൾ എയ്റോസ്പേസ് ആപ്ലിക്കേഷനുകളിൽ ഉപയോഗിക്കുന്ന ഉയർന്ന കരുത്തുള്ള ബീറ്റ ടൈറ്റാനിയം അലോയ് വികസിപ്പിച്ചെടുത്ത സ്ഥാപനം ഏതാണ്? ഓപ്ഷൻ എ DRDO, ദ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ. ബി ISRO. സി AIAA. എന്താണ് AIAA? അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എയറോനോട്ടിക്സ് ആൻഡ് ആസ്ട്രോനോട്ടിക്സ്. ഡി NTRO, ദി നാഷണൽ ടെക്നിക്കൽ റിസർച്ച് ഓർഗനൈസേഷൻ. അപ്പോൾ ഏത് കമ്പനിയാണ്, ആരാണ്, ഏത് സ്ഥാപനമാണ് ബീറ്റ ടൈറ്റാനിയം അലോയ് വികസിപ്പിച്ചെടുത്തത്? ഏതാണ്? DRDO ആണ്. നമ്മുടെ DRDO ആണ് എയ്റോസ്പേസ് ആപ്ലിക്കേഷനുകളിൽ ഉപയോഗിക്കുന്നതിന് ഉയർന്ന കരുത്തുള്ള ബീറ്റ ടൈറ്റാനിയം അലോയ് വികസിപ്പിച്ചെടുത്തത്. മറന്നു പോകരുത്. ചന്ദ്രയാൻ 3 സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് ശരിയാണ്. ISRO ചെയർമാൻ മോഹൻ കുമാർ ആണോ? മോഹൻ കുമാർ നമ്മൾ എന്താ പറഞ്ഞത്? നമ്മുടെ ഒരു മോഹം പൂവണിയാൻ സഹായിച്ച ഒരു മിഷൻ അല്ലേ, മിഷൻ ഡയറക്ടറാണ് മോഹൻ കുമാർ. ISRO ചെയർമാൻ ആരാണ്? S സോമനാഥനാണ്. അപ്പോൾ അത് തെറ്റാണ്. ചന്ദ്രയാൻ 3യിലെ ലാൻഡറിന്റെ പേര് വിക്രം. ലാൻഡർ വിക്രമാണോ? ലാൻഡർ വിക്രമാണ്. റോവർ പ്രഗ്യാനും ലാൻഡർ വിക്രവുമാണ്. അപ്പോൾ അതും ശരിയാണ്. ചന്ദ്രയാൻ 3യുടെ മൊത്തം ചെലവ് 615 കോടി. നമ്മൾ ഈ ചോദ്യമൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് എന്നാണ് തോന്നുന്നത്. ചന്ദ്രയാൻ 3 പഠിപ്പിച്ചപ്പോൾ നമ്മൾ ഇതൊക്കെ പറഞ്ഞതാണ്. അതിന്റെ മൊത്തം ചെലവ് എത്രയാണ്? 615 കോടിയാണ്. അതും ശരിയാണ്. അപ്പോൾ 1, 3, 4 ശരിയാണ്. ഓപ്ഷൻ എ 1, 3, 4 ഇതാണ് ശരി. ചന്ദ്രയാൻ 3 ഒക്കെ കാണാത്തവർ ഉറപ്പായിട്ടും കാണുക. ഇപ്പോൾ എല്ലാ എക്സാമിനും ഒരു ചോദ്യം ചന്ദ്രയാൻ 3, 1, 2 ഒക്കെ ചോദിക്കുന്നുണ്ട്. ആദ്യത്തെ L1 ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ. അതൊക്കെ ഉറപ്പായിട്ടും കാണുക. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സൺ സിൻക്രണൈസ്ഡ് ഉപഗ്രഹം ഏതാണ്? എന്താണ്? സൺ സിൻക്രണൈസ്ഡ് ഉപഗ്രഹം. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സൺ സിൻക്രണൈസ്ഡ് ഉപഗ്രഹം ഏതാണ്? IRS-1A, GSAT, NVS-01 ഇവയെല്ലാം ഏതാണ്? IRS-1A ആണ്. IRS-1A ആണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സൺ സിൻക്രണൈസ്ഡ് ഉപഗ്രഹമാണ് IRS-1A. 2023 വൈദ്യശാസ്ത്ര നൊബേലിന് അർഹരായ ശാസ്ത്രജ്ഞർ ആരാണ്? 2023 വൈദ്യശാസ്ത്ര നൊബേൽ. എ ഫെറൻ ക്രൗസ്,
പിയറി അഗോസ്റ്റിനി, ലൂയി ഈബ്രസ്, ഡ്രൂ വെയ്സ്മാൻ. ഡ്രൂ വെയ്സ്മാൻ ആരാണ്? ഡ്രൂ വെയ്സ്മാൻ ആണ് 2023 വൈദ്യശാസ്ത്ര നൊബേലിന് അർഹനായ വ്യക്തിയാണ് ആര്? ഡ്രൂ വെയ്സ്മാൻ. അടുത്തിടെ ചൈനയിലെ കുട്ടികൾ കണ്ടെത്തിയ വൈറസ് ബാധ H1N1, H9N2, വരിയോള, റൂബിയോള വൈറസ്. ഏതാണ് അടുത്തിടെ ചൈനയിലെ കുട്ടികൾ കണ്ടെത്തിയ വൈറസ്? ഏതാണ്? H9N2 ആണ്. H9N2 ആണ് അടുത്തിടെ ചൈനയിലെ കുട്ടികളിൽ കണ്ടെത്തിയ വൈറസ്. ഇത്രയുമാണ് 2022, 23, 24 കാലയളവിൽ PSC ചോദിച്ച സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഒരു ഫാക്റ്റിൽ നിന്ന് തന്നെ PSC തിരിച്ചും മറിച്ചൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അത് നമുക്ക് ചോദ്യങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നും സ്കിപ്പ് ചെയ്യാതെ തന്നെ പഠിക്കുക. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ക്ലാസ്സിലൂടെ അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക്